മാലയ്ക്കോ ബ്രേസ്ലെറ്റിനുള്ള പുതിയൊരു ഐഡിയ കിട്ടുമ്പോൾ നമ്മൾ വേഗം പോയിട്ട് അതിന് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കൂലേ ചെയ്യാനായിട്ട്. ആ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള കൊളുത്തുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഐഡിയ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെക്കും. അപ്പോൾ ഇനി അങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ജ്വല്ലറി മേക്ക് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ ഐപ്പിൻ എന്തായാലും ഉണ്ടാവും. ഈ ഐപ്പിന് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു കൊളുത്തുണ്ടാക്കിയെടുക്കുന്നത്. അതും നമ്മുടെ ഒറിജിനൽ കൊളുത്തിൻ്റെ അതേ പെർഫെക്ഷനിലോടുകൂടി തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഐപ്പിന് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലെങ്ത്ത് കൂടി ഐപ്പിന് എടുക്കാണ് കേട്ടോ. കാരണം നമുക്ക് ചെറിയ ഐപ്പിന് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ ഐപ്പിന്നിൻ്റെ ഈ ഒരു വളഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റും വേണം. അത് കറക്റ്റ് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയുക. കാരണം ലെങ്ത്ത് ഒട്ടും കുറയാൻ പാടില്ല. ഈ ഒരു ഐപ്പിന്നിന് പകരം നിങ്ങൾക്ക് കോപ്പർ വയർ, നല്ല ഗേജ് കൂടിയ കോപ്പർ വയർ, കട്ടി കൂടിയ കോപ്പർ വയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിന് ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. ഇനി നമ്മൾ പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പ്രസ് ചെയ്ത് നമ്മൾ രണ്ട് സൈഡും ഒരേപോലെ ഒട്ടിയിരിക്കുന്ന രീതിയിൽ തന്നെ വരണം കേട്ടോ. പതുക്കെ പതുക്കെ ചെയ്താൽ മതി. നമ്മൾ വല്ലാതെ പ്രസ് ചെയ്യുമ്പോൾ അത് ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതാ പതുക്കെ പതുക്കെ പ്രസ്സാക്കി കൊടുക്കുക. നമുക്ക് ഫുള്ളായിട്ടും ഇത് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച രീതിയിൽ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പതുക്കെ പതുക്കെ ഒരു ടൈം എടുത്തിട്ട് തന്നെ പ്രസ്സാക്കി കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ലെവലാക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം, വളഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് വന്നാൽ തന്നെയാണ് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. ശരിക്കും നമുക്ക് ആ കൊളുത്തിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. ഇനി ഐപ്പിന്നിന് പകരം കോപ്പർ വയർ നിങ്ങളുടെ കയ്യിൽ നല്ല ഗേജ് കൂടിയ കോപ്പർ വയറൊക്കെ ഉണ്ടെങ്കിൽ, നല്ല കട്ടി കൂടിയ കോപ്പർ വയറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അത് കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്ത് നമ്മുടെ ആ ഒരു വളഞ്ഞിരിക്കുന്ന ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. മുകളിൽ ചെയ്ത പോലെ തന്നെ താഴ്ഭാഗത്തും നമ്മൾ പ്രസ്സാക്കി കൊടുക്കണം. കാരണം അവിടെയും നമുക്ക് വളച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെയുള്ള ഒരുപാട് ടിപ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ, ഹെയർ ആക്സസറീസിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ക്ലാസ്സും അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലെ നമ്മൾ ആ വളച്ച് വെച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. അതുപോലെ ഫ്രണ്ടിലേക്ക് ഒന്ന് വളച്ചു കൊടുക്കുക. അത് നമ്മൾ ജോയിൻ്റ് ആയിട്ടിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഐപ്പിന്നിൻ്റെ, കട്ട് ചെയ്ത ഭാഗമല്ല. അതിതുപോലെ നന്നായിട്ടൊന്ന് വളച്ചു കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ആ ഒരു അറ്റ ഭാഗം പതുക്കെ ഒന്ന് മുകളിലോട്ടാക്കി കൊടുക്കുക. പതുക്കെ ആക്കിയാൽ മതി, ഒരുപാടൊന്നും കാണിക്കേണ്ട. ജസ്റ്റ് ഒന്ന് പതുക്കെ പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ആ കൊളുത്തിൻ്റെ ആ ഒരു രീതി നമുക്ക് കിട്ടും. ഇനി ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഒന്നെങ്കിൽ ഫ്രണ്ടിലോട്ട് അല്ലെങ്കിൽ ബാക്കിലോട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. വളച്ചു കൊടുക്കാം. വളച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ലെവൽ ചെയ്ത് കൊടുക്കണം. അറ്റ ഭാഗത്ത് കമ്പി നമ്മൾ കട്ട് ചെയ്തപ്പോൾ കമ്പി ഉണ്ടല്ലോ, അത് രണ്ട് സൈഡും ഒരേപോലെ ആവുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്ത ഭാഗത്തൊന്ന് വളച്ചു കൊടുക്കണം. നമുക്ക് ചെയിനായിട്ട് കണക്ട് ചെയ്യേണ്ട ഭാഗമാണ്. അപ്പോൾ അതൊന്ന് വളച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് ബാക്കിലോട്ടാണ് കേട്ടോ. നമ്മൾ കൊളുത്തിൻ്റെ സൈഡിലേക്കല്ല, നമ്മൾ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വളയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചെറുതായിട്ടൊന്ന് നമ്മളിതുപോലെ റൈറ്റിലേക്ക് വളച്ചു കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ അറ്റം ഇതുപോലെ വളച്ച് നമ്മൾ കൊളുത്തൊക്കെ ചെയ്യുമ്പോൾ കാണിച്ച് തന്നിട്ടുണ്ട്. ഞാൻ ഹൂക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് ക്ലാസ്സുകളിൽ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു 3 വട്ടമൊക്കെ വളച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ഇത് അതുപോലെ കണ്ടോ ഒരു ഷേപ്പിൽ വരും, വളഞ്ഞിരിക്കും. അത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിങ്ങനെ വളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഒന്നും പറ്റരുത് കേട്ടോ. അത് വളഞ്ഞു പോകാനോ തിരിഞ്ഞു ഇതാവാനോ ഒന്നും പാടില്ല. അത് നമ്മൾ ശരിക്കും പ്രസ് ചെയ്ത് പിടിക്കണം. അതുമേ അതിനൊരു വ്യത്യാസം വരാതെ വേണം നമ്മൾ ഈ ഒരു ഭാഗം വളച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മളിതിങ്ങനെ വളച്ചെടുത്ത് കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഹൂക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഒറിജിനൽ കൊളുത്തിൻ്റെ അതേ ലുക്ക് വരും. പിന്നെ നിങ്ങൾ വളച്ച് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതുമ്പോൾ കയറി ഒന്നും ചെയ്യരുത്. വീണ്ടും വീണ്ടും നമ്മൾ അതുമ്പോൾ പണിയാൻ നിന്നാൽ അതിൻ്റെ ആ ഒരു ഭംഗി പോകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വട്ടം വളച്ച് കറക്റ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട. ലെവൽ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ ബാക്കിലോട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു കൊളുത്ത് വരുന്ന ഭാഗത്ത് ഫ്രണ്ടിലേക്കായിട്ടും വളച്ച് വെച്ച് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നല്ലതായിട്ട് തോന്നിയത് എനിക്ക് ഇങ്ങനെയാണ്. കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതൊരു പെർഫെക്റ്റായിട്ട് കിട്ടിയത്. ഇങ്ങനെ ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്ക്. ഇപ്പോൾ ഇവിടെ ഞാൻ 2 എണ്ണം ചെയ്തു, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ബാക്കിലോട്ട് ചെയ്തതാണ് ആ ഒരു കറക്റ്റ് നമ്മുടെ ഒറിജിനൽ കൊളുത്തിൻ്റെ അതേ ലുക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് ഏതാണ് നന്നായിട്ട് തോന്നിയെന്നുള്ളത്. ഇനി നമുക്കിതിലേക്ക് കണ്ണി ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മളിവിടെ ഒരു ചെയിനാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു കണ്ണി നമ്മളിതുപോലെ പതുക്കെ ഒന്ന് അകത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു കൊളുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മാലയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ബാക്ക് ചെയിനാണ് ഇപ്പോൾ ശരിക്കും ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഇതുപോലെ ആ ഒരു ഹോളിലേക്ക് നമ്മൾ ആ ഒരു കൊളുത്തിട്ട് കൊടുക്കുക. ഇനി അതിനൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാക്ക് ചെയിൻ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ കൊളുത്തും നമ്മുടെ കണ്ണിയും കൂടി സെറ്റാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ ഐഡിയകൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ, ഹെയർ ആക്സസറീസിൻ്റെ പെയ്ഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.